വിദ്യാർത്ഥികൾക്കും ബോധിയുടെ ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആറ്റംസും മോളിക്യൂൾസ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ്, ആകെ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ അതിനുശേഷം കോമ്പൗണ്ട്സ്, സംയുക്തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിച്ചു. സംയുക്തങ്ങളിലെ ആറ്റങ്ങളുടെ എണ്ണമൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അത്രയും ടോപ്പിക് കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അടുത്ത ടോപ്പിക്കാണ് കെമിക്കൽ ഇക്വേഷൻസ്, രാസസമവാക്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നും എന്താണ് കെമിക്കൽ ചേഞ്ച് എന്നൊക്കെ അറിയാമോ? ഭൗതിക മാറ്റവും രാസമാറ്റവും എന്താണെന്ന് അറിയാമോ? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ്, പുറമേ ഉള്ള ചില കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ലിക്വിഡ് ആവുന്നു, ഖരം ദ്രാവകത്തിലാവുന്നു, ദ്രാവകം വാതകമാവുന്നു. അതൊക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചിന്, ഭൗതിക മാറ്റങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. എന്നാൽ രാസമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഒരു പുതിയ പദാർത്ഥം രൂപം കൊള്ളാൻ കാരണമാകും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കാർബണും ഓക്സിജനൊക്കെ ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. അത് അവിടെ എന്ന് പറഞ്ഞാൽ കാർബൺ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുവാണ്, കത്തുവാണ്. അതൊരു രാസമാറ്റത്തിന് എക്സാമ്പിൾ ആണ്, കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ കെമിക്കൽ ചേഞ്ച് കൊണ്ടാണ് നമ്മുടെ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ, ജലം ഉണ്ടാവുന്നു. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വേർഡ്സ് കൊണ്ട് പറയുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ നമുക്ക് എന്തായിട്ട് എഴുതാൻ കഴിയും? ഇക്വേഷനുകളായിട്ട് എഴുതാൻ കഴിയും. അപ്പൊ അങ്ങനെ ഇക്വേഷനുകളായിട്ട് എഴുതുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. എന്താണ് റിയാക്റ്റൻസും പ്രൊഡക്ട്സ് എന്നും എന്താണ് അഭികാരകങ്ങളെന്നും ഉൽപ്പന്നങ്ങളെന്നും. നമ്മുടെ ഒരു രാസപ്രവർത്തനം അല്ലെങ്കിൽ ഒരു രാസമാറ്റം സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ രാസപ്രവർത്തനം സംഭവിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. ടേക്ക് പാർട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, സബ്സ്റ്റൻസ് ദോസ് ടേക്സ് പാർട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, അവരെ വിളിക്കുന്ന പേരാണ് റിയാക്റ്റൻസ്. അങ്ങനെ അവർ റിയാക്ഷൻ നടന്ന് കിട്ടുന്ന ഉൽപ്പന്നമാണ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അവര് അങ്ങനെ റിയാക്ഷൻ നടന്ന് എന്താണ് കിട്ടുന്നത് അതിനെ ഉൽപ്പന്നം എന്നാണ് വിളിക്കുന്നത്, പ്രൊഡക്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഒരു ഇക്വേഷൻ എഴുതിയിട്ട് ആ ഇക്വേഷനിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഈ ഇക്വേഷൻ നോക്കിക്കേ, കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ റിയാക്ഷനിൽ, ഇതൊരു കെമിക്കൽ റിയാക്ഷന് നമ്മൾ കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിയും നമ്മൾ അതിനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതി വെച്ചേക്കുവാണ്. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഒരു ആരോ കാണാം. അതിന് ആരോയ്ക്ക് ഒരു ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെയാണ്, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെയാണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. കാർബണും ഓക്സിജനും പങ്കെടുക്കുന്നു റിയാക്ഷനിൽ. അങ്ങനെ ആരോ ഇട്ടേക്കുന്നു, അതായത് റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നതിന് ശേഷം എന്ത് കിട്ടുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. അപ്പൊ അതെന്താണ്? അവിടെ ഇതിന്റെ റിയാക്ഷൻ, ഈ രാസപ്രവർത്തനം നടന്ന് കിട്ടിയ ഉൽപ്പന്നമാണ് ആരോയ്ക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇതെന്താണ്? ഇത് റിയാക്റ്റൻസും ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് പ്രൊഡക്ട്സും. ഇത് അഭികാരകങ്ങൾ, ഇതിനെ ഉൽപ്പന്നങ്ങൾ എന്നുമാണ് പറയുന്നത്. അപ്പൊ അഭികാരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, അവരെയാണ് അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ രാസപ്രവർത്തനം നടന്ന് കിട്ടുന്ന ആൾക്കാരെ എന്തെന്നാണ് വിളിക്കുന്നത്? ഉൽപ്പന്നങ്ങൾ എന്നാണ് വിളിക്കുന്നത്. റിയാക്റ്റൻസ് എന്നും പ്രൊഡക്ട്സ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ എല്ലാവരും ആദ്യം എന്താണ് റിയാക്റ്റൻസ് എന്നും എന്താണ് പ്രൊഡക്ട്സ് എന്നും എഴുതുക, എന്താണ് അഭികാരകങ്ങൾ എന്നും എന്താണ് ഉൽപ്പന്നങ്ങൾ എന്നും എഴുതുക. അതിനുശേഷം ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഇക്വേഷൻ എഴുതുക. ഈ ഇക്വേഷൻ എഴുതിയതിനു ശേഷം നമുക്ക് റിയാക്റ്റൻസും പ്രൊഡക്ട്സും, അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷന്റെ ഇതിനെ റിയാക്റ്റൻസ്, അഭികാരങ്ങൾ എന്ന് സൂചിപ്പിക്കുക, ആ സൈഡിലുള്ളതിനെ പ്രൊഡക്റ്റ് എന്ന് സൂചിപ്പിക്കുക, ഉൽപ്പന്നം എന്ന് സൂചിപ്പിക്കുക. അപ്പൊ ഇതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ. നമ്മുടെ രാസപ്രവർത്തനങ്ങളെ എല്ലാം നമുക്ക് ഇങ്ങനെ ഓരോ സമവാക്യങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് ജലം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിയാക്ഷൻസ്, ഇങ്ങനെ ഏത് റിയാക്ഷൻ വേണമെങ്കിലും, ഇങ്ങനെ ഏത് രാസപ്രവർത്തനം വേണമെങ്കിലും
നമുക്കിങ്ങനെ ഇക്വേഷൻസ് സമവാക്യങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. ഇങ്ങനെ സമവാക്യങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കെമിക്കൽ ഇക്വേഷൻസ്, രാസ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു രാസപ്രവർത്തനം നോക്കാം. അടുത്തൊരു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ അടുത്തൊരു റിയാക്ഷൻ ഞാൻ പറയുവാണ്. അടുത്തൊരു രാസപ്രവർത്തനം നമ്മുടെ സിങ്ക് അറിയില്ലേ? സിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ആണ്, ഒരു മൂലകമാണ്. ഇസഡ് എൻ കൊണ്ട് സൂചിപ്പിക്കും. അതിന്റെ സിമ്പല് ക്യാപിറ്റൽ ലെറ്റർ ഇസഡ്, സ്മാൾ ലെറ്റർ എന്നും ആണ്. അടുത്തത് HCl. HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത കോമ്പൗണ്ട്സിന്റെ ഈ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ, ഇങ്ങനെ HCl എന്നൊക്കെ എഴുതുമ്പോൾ അതെന്താണെന്ന് അറിയാത്തവർ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുക. HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇസഡ് സിങ്ക്. അപ്പൊ ഇവർ രണ്ടുപേരും പ്രവർത്തിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? സിങ്ക് ക്ലോറൈഡും കിട്ടും, ഹൈഡ്രജനും കിട്ടും. നമുക്ക് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്ന് പ്രവർത്തിച്ചിട്ട് എന്താണ് കിട്ടുന്നത്? ഉൽപ്പന്നങ്ങൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും. ZnCl2 എന്ന് പറഞ്ഞാൽ സിങ്ക് ക്ലോറൈഡ്, H2 എന്ന് പറഞ്ഞാൽ 2 ആറ്റമുള്ള ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ. അപ്പൊ ഇത്രയാണ് ആ റിയാക്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇനി ഈ റിയാക്ഷനിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ, അതായത് റിയാക്റ്റൻസിൽ ഏതൊക്കെ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നും പ്രൊഡക്ട്സിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ്, ഉൽപ്പന്നത്തിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ഓരോന്നിനും നോക്കാം. ആദ്യം ലെഫ്റ്റ് സൈഡിൽ സിങ്ക്. ഇവിടെ നോക്കൂ, സിങ്ക് എത്ര ഉണ്ട്? സിങ്ക് ഒരു സിങ്കേ ഉള്ളൂ. അപ്പൊ സിങ്ക് 1. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? അതും 1. ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? Cl4 ക്ലോറിൻ. ക്ലോറിൻ എത്ര എണ്ണം ഉണ്ട്? അതും 1. ഇനി നമുക്ക് പ്രൊഡക്ട്സിൽ നോക്കാം. ഉൽപ്പന്നത്തിൽ ഇതുപോലെ എത്ര സിങ്കും എത്ര ക്ലോറിനും എത്ര ഹൈഡ്രജനും ഉണ്ടെന്ന് നോക്കാം. സിങ്ക് 1, ക്ലോറിൻ നോക്കൂ, ക്ലോറിന്റെ താഴെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 2 എന്നാണ്. അപ്പൊ ക്ലോറിൻ 2. അതുപോലെ ഹൈഡ്രജനിലും നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ട്? 2. അപ്പൊ നോക്കിക്കേ, ഈ റിയാക്ടന്റ് സൈഡിൽ, ഈ അഭികാരകങ്ങളുടെ വശത്തും ഈ പ്രൊഡക്റ്റ് സൈഡിൽ, ഈ ഉൽപ്പന്നങ്ങളുടെ വശത്തും അതാത് നമ്പർ ഓഫ് ആറ്റംസ്, അതായത് സിങ്കും സെയിം ആണ്. സിങ്ക് ഒരാറ്റം തന്നെ, ആ ഭാഗത്ത് സിങ്ക് ഒരാറ്റം തന്നെ. എന്നാൽ ഹൈഡ്രജനും ക്ലോറിനും നോക്കിക്കേ, ഇവിടെ ഹൈഡ്രജൻ 1 ആണെങ്കിൽ അപ്പുറത്ത് ഹൈഡ്രജൻ എത്രയാണ്? 2. ഇവിടെ ക്ലോറിൻ 1 ആണെങ്കിൽ അപ്പുറത്ത് ക്ലോറിൻ എത്രയാണ്? 2 ആണ്. അപ്പോൾ ഒരേ സെയിം കൈൻഡ് ഓഫ് ആറ്റംസ്. ഈ ഒരേ ഇനത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം അവിടെ ഇവിടെയും തുല്യമാണോ? അല്ല. അപ്പോൾ ഇങ്ങനെ തുല്യമല്ലാത്ത ഒരു ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയിൽ നമ്മൾ ഇക്വേഷൻസ് എഴുതുമ്പോൾ, ഇങ്ങനെ സമവാക്യങ്ങൾ എഴുതുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് രണ്ട് സൈഡിലും തുല്യമായിരിക്കണം. അതായത് റിയാക്റ്റന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും സെയിം കൈൻഡ് ഓഫ് ആറ്റത്തിന്റെ, അതായത് ഹൈഡ്രജൻ ആണെങ്കിൽ അവിടെയും ഹൈഡ്രജൻ തുല്യമാവണം, സിങ്ക് ആണെങ്കിൽ അവിടെയും സിങ്ക് തുല്യമാവണം, ക്ലോറിൻ ആണെങ്കിൽ അവിടെയും ക്ലോറിൻ തുല്യമാവണം. അപ്പോൾ ഇങ്ങനെ റിയാക്റ്റന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് എഴുതുമ്പോൾ അതാതിനത്തിലുള്ള ആറ്റംസിന്റെ എണ്ണം തുല്യമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്, സമീകൃത സമവാക്യങ്ങൾ. അപ്പോൾ ഇതൊരു സമീകൃത സമവാക്യമാണോ? ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ ഹൈഡ്രജൻ ഒന്നേ ഉള്ളൂ, അവിടെ ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ക്ലോറിൻ ഒരെണ്ണേ ഉള്ളൂ, അവിടെ ക്ലോറിൻ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അത് ഈക്വൽ അല്ല, ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഈക്വൽ അല്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. അപ്പോൾ എന്താണ് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് സെയിം കൈൻഡ് ഓഫ് ആറ്റം, ഒരേ ഇനത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം is equal in reactant side and product side. ഏതൊക്കെ സൈഡിൽ തുല്യമാവണം? അഭികാരകങ്ങളുടെ വശത്തും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വശത്തും തുല്യമായിരിക്കണം. അങ്ങനെ തുല്യമാണെങ്കിലേ അതിനെ എന്തെന്ന് വിളിക്കാൻ കഴിയൂ? ഒരു സമീകൃത സമവാക്യം എന്ന് പറയാൻ കഴിയും, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാൻ കഴിയും. റിയാക്റ്റന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും എന്ത് ചെയ്യണം? സെയിം കൈൻഡ് ഓഫ് ആറ്റത്തിന്റെ നമ്പർ ഓഫ് ആറ്റംസ് തുല്യമായിരിക്കണം. ഇവിടെ സെയിം കൈൻഡ് ഓഫ് ആറ്റം, ഒരേ ഇനത്തിലുള്ള ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സിങ്കിന് ഈക്വൽ ആയിരിക്കണം, ഹൈഡ്രജൻ ഈക്വൽ ആയിരിക്കണം, ക്ലോറിൻ ഈക്വൽ ആയിരിക്കണം. ഇങ്ങനെ ഒരേ തരത്തിലുള്ള ഒരേ ഇനത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം രണ്ട് വശത്തും തുല്യമായി വന്നാലേ അതിനെ എന്ത് ഇക്വേഷൻ എന്ന് വിളിക്കാൻ കഴിയൂ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, ഒരു സമീകൃത സമവാക്യം എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇനി നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് നമുക്ക്
ബാലൻസ് ചെയ്ത് നോക്കാം. അതായത് സമീകൃത സമവാക്യമാക്കി മാറ്റാൻ കഴിയുമോ എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഇനി കടക്കാൻ പോകുന്ന പ്രവർത്തനം എന്താണ്? ഇക്വേഷനുകളെ, സമവാക്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ഈ ഇക്വേഷൻ എഴുതുക. ഈ ഇക്വേഷൻ എഴുതിയതിനു ശേഷം ഓരോ സൈഡിലും ഇങ്ങനെ ഓരോ നമ്പർ ഓഫ് ആറ്റംസ് എത്ര ഉണ്ടെന്ന് ഇതുപോലെ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം എഴുതുക, ഇതിന്റെ ഒരേ ഇനത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമല്ലാത്തത് കൊണ്ട് എന്താണ്, ഇതൊരു സമീകൃത സമവാക്യമല്ല. എങ്ങനെ എഴുതുക? ദ നമ്പർ ഓഫ് atoms of same kind is not equal on both sides or on reactant side and product side. Then this is not a balanced chemical equation. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഇക്വേഷനെ സമീകൃത സമവാക്യമാക്കാൻ പോവുകയാണ്. അതായത് രണ്ട് സൈഡിലും ഒരേ ഇനത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമാക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ തുല്യമല്ല, സിങ്ക് എന്താണ്? രണ്ടും തുല്യമാണ്. ഇവിടെ തുല്യമല്ലാത്തത് ആരൊക്കെയാണ്? ഹൈഡ്രജനും ക്ലോറിനും തുല്യമല്ല. അപ്പൊ ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ക്ലോറിൻ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. അവിടെ നോക്കൂ, ക്ലോറിൻ എത്രയുണ്ട്? 2. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ ക്ലോറിനെ ഹൈഡ്രജനെയും കുറച്ച് ഒന്നാക്കി മാറ്റാൻ പറ്റില്ല. ഇവിടെ ഉള്ളതിനെ ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുക മീൻസ് നമുക്ക് ഇതേ നോക്കൂ, ഓരോന്നിന്റെയും മോളിക്യൂളിന്റെ എണ്ണം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇതിന്റെ മുമ്പിൽ ഇവിടെയോ നമുക്ക് മോളിക്യൂളിന്റെ എണ്ണം കൂട്ടിയിട്ട് നമുക്ക് ഇതിന്റെ ആറ്റത്തിന്റെ എണ്ണം മാറ്റി കൊടുക്കാം, ഈക്വൽ ആക്കാം. എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇപ്പോ ഹൈഡ്രജനും ക്ലോറിനും ആണ് തുല്യമല്ലാത്തത്. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും അപ്പുറത്തെ സൈഡിൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെയും കൂടെ നമുക്ക് എന്ത് ചെയ്യും? ഈ സൈഡിലും കൂടി അതിന്റെ എണ്ണം 2 ആക്കാൻ നോക്കാം. ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഈ ഇക്വേഷന്റെ ഈ സൈഡിൽ എവിടെയാണ് വരുന്നത്? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിലാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിലാണ് ഹൈഡ്രജനും ക്ലോറിനും പ്രസന്റ് ആയിരിക്കുന്നത്. ഇതിനകത്താണ് ഹൈഡ്രജന്റെ ക്ലോറിന്റെ സാന്നിധ്യം ഉള്ളത്. അപ്പൊ ഇവിടെ എത്ര വീതേ ഉള്ളൂ? ഇത് ഓരോന്ന് വീതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? 2 ആക്കി കൊടുക്കാം. അതിന്റെ മുമ്പില് മോളിക്യൂളിന്റെ എണ്ണം എത്രയാക്കി? 2 ആക്കി. 2 മോളിക്യൂൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു. ഇപ്പൊ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഹൈഡ്രജൻ എത്രയായി? 2 ആയി. ക്ലോറിൻ എത്രയായി? 2 ആയി. ഈ 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു മോളിക്യൂളിന് മൊത്തത്തിൽ ബാധകമാണ്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ 2 ആയി, ക്ലോറിനും 2 ആയി. ഇപ്പൊ നോക്കിക്കേ, 2 സമീകൃത സമവാക്യം ആയില്ലേ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയില്ലേ? ഈ സൈഡ് സിങ്ക് 1, അവിടെയും സിങ്ക് 1. ഇവിടെ ഹൈഡ്രജൻ 2, അവിടെയും ഹൈഡ്രജൻ 2 ആയി. ക്ലോറിൻ 2 ആയി, അവിടെയും ക്ലോറിൻ 2 ആയി. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായി? സമീകൃത സമവാക്യം ആക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് മാറ്റമാണ് വരുത്തിയത്? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പൊ നിങ്ങൾ ഇത്ര എന്താണ് എഴുതി വെച്ചേക്കുന്നത്? ബാലൻസ് സമീകൃത സമവാക്യം അല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സമീകൃത സമവാക്യം ആക്കിയ ഈ ഇക്വേഷൻ എഴുതുക. ഇവിടെ 2 ആഡ് ചെയ്തിട്ടുള്ള ഈ ഇക്വേഷൻ എഴുതുക. എഴുതിയതിനു ശേഷം ഇങ്ങനെയും കൂടി കാണിച്ചിരിക്കുക, അത് തുല്യമായെന്ന് കാണിച്ചിരിക്കുകയാണ്. ഇതും കൂടി എഴുതിയിട്ട് ഇതൊരു സമീകൃത സമവാക്യമാണ് എന്ന് എഴുതി വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി കുറെ ഇക്വേഷനെ ഇതുപോലെ ബാലൻസ് ചെയ്ത് പഠിക്കാം. സമീകൃത സമവാക്യമാക്കാൻ നോക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഹെഡിങ് എഴുതുക, ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസ്. ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങളെ സമീകൃതമാക്കാം എന്നുള്ള ഹെഡിങ് എഴുതുക. എന്നിട്ട് നമ്മൾ ഒന്നാമത്തത് ഇത് ചെയ്തു. ഇനി രണ്ടാമത്തെ അടുത്തത് എഴുതുക. അടുത്ത ഞാൻ ഇക്വേഷൻ പറയും, ആ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക ആദ്യം. നമുക്ക് എക്സാമിന് ചിലപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷനും തന്നേക്കും. എന്നിട്ട് ചോദിക്കും ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആക്കുമെന്നായിരിക്കും മിക്കവാറും ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻസും നമ്മൾ കണ്ടാൽ തിരിച്ചറിയണം. അപ്പോൾ ബാലൻസ്ഡ് ആണെങ്കിൽ ദിസ് ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ് എന്ന് ആ ആറ്റങ്ങളുടെ എണ്ണം എഴുതി കാണിച്ചിരിക്കുക. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. നേരത്തെ എഴുതിയ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുകയാണ്. കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഇവിടെ ഏതൊക്കെ ആറ്റങ്ങളാണുള്ളത്? സി ഉണ്ട്. അതേതാണ്? കാർബൺ ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഓക്സിജനും ഉണ്ട്. അതുപോലെ അപ്പുറത്തും എന്തൊക്കെ തന്നെ വരും? കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ ആ ആറ്റങ്ങൾ എഴുതുക. അപ്പൊ ഈ സൈഡിൽ എത്ര കാർബൺ ആണുള്ളത്? 1 കാർബൺ. എത്ര ഓക്സിജൻ ഉണ്ട്? 2. ഇനി അവിടെ നോക്കിക്കേ, അവിടെയും 1 കാർബണും
2 ഓക്സിജനുമാണ്. അപ്പൊ ഈ സമവാക്യം എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എണ്ണം തുല്യമായി, ഓക്സിജന്റെ എണ്ണം തുല്യമായി. അപ്പൊ ഇതെന്താണ്? ഒരു സമീകൃത സമവാക്യമാണ്. ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇത്ര എഴുതിയിട്ട് ദിസ് ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ് എന്ന് എഴുതുക. ഇതിന് നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇതൊരു സമീകൃത സമവാക്യമാണ്. ഇനി ഇതിനെ നമ്മൾ സമീകൃതമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കുള്ള ഇക്വേഷൻ നിങ്ങൾ ഇതുപോലെ എഴുതി നോക്കണം, ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന്. എന്നിട്ട് മാത്രമേ അത് ബാലൻസ് ചെയ്യാൻ തുടങ്ങാവൂ. ഇല്ലെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പിന്നെയും ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ബാലൻസ് ആണ്. അപ്പൊ അങ്ങനെ തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു സമീകൃത സമവാക്യമാണ്. ഇനി വേറൊരു ഇക്വേഷൻ നോക്കാം. അടുത്ത ഇക്വേഷൻ, ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവുന്നു. HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, Cl എന്ന് പറഞ്ഞ സിമ്പൽ ഏതിന്റെയാണ്? ക്ലോറിൻ. Cl ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മാൾ ലെറ്റർ എല്ലും ആണ്. അത് ക്യാപിറ്റൽ ലെറ്റർ അല്ലായിരുന്നെങ്കിൽ അത് വേറൊരു എലമെന്റ് ആയി മാറിയനെ. അപ്പൊ നിങ്ങൾ ആ ക്യാപിറ്റൽ ലെറ്റർ സ്മാൾ ലെറ്റർ ഡിഫറൻസ് വെച്ചിട്ട് ഓരോ എലമെന്റിനെയും കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഹൈഡ്രജനും ക്ലോറിനും. ഇനി നമുക്ക് ഇതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് നോക്കാം, എണ്ണം നോക്കാം. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? താഴെ എത്രയാണ്? 2. ക്ലോറിൻ എത്രയുണ്ട്? 2. ഇനി പ്രൊഡക്റ്റ് സൈഡിൽ ഹൈഡ്രജനും ക്ലോറിനൊക്കെ എത്രയേ ഉള്ളൂ? ഓരോന്നും വീതേ ഉള്ളൂ. അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ? ഒരു സമീകൃത സമവാക്യമാണോ? അല്ല. കാരണം എന്താണ്? രണ്ട് സൈഡിലും ഒരേ ഇനത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമല്ല. ഹൈഡ്രജന് 2 ഈ സൈഡിൽ ഉണ്ടെങ്കിൽ അവിടെ എത്ര ഉള്ളൂ? 1 ഉള്ളൂ. ഇവിടെ ക്ലോറിൻ 2 എണ്ണം ഉണ്ടെങ്കിൽ അവിടെ എത്ര ഉള്ളൂ? 1 ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ തുല്യമാക്കാം. ഇതിനെ എങ്ങനെ തുല്യമാക്കാം? അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ആക്കി മാറ്റാൻ കഴിയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ 2 ആക്കുമ്പോൾ ഇത് തുല്യമാവുന്നോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ഇട്ട് കൊടുത്തു. ഇപ്പൊ നോക്കിക്കേ, ഹൈഡ്രജൻ എത്രയായി? ഇപ്പൊ നോക്ക്, ഇവിടെ നമ്മൾ 2 ഇട്ട് കൊടുത്തു. ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ 2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ബാധകമാണ്, ക്ലോറിനും ബാധകമാണ്. അപ്പൊ 2 ഹൈഡ്രജനും 2 ക്ലോറിനും ആയില്ലേ? അപ്പൊ നമ്മൾ അവിടെ ഒരു 2 എന്ന് പറയുന്ന സംഖ്യ ഇട്ട് കൊടുത്തപ്പോൾ ഈ ഇക്വേഷൻ എന്തായി? ബാലൻസ്ഡ് ആയി. അപ്പൊ നമ്മൾ ഇങ്ങനെ സംഖ്യകൾ ഇങ്ങനെ ആഡ് ചെയ്താണ് നമുക്കത് ഇവിടെ വേണമെങ്കിലും ഇവിടെ വേണമെങ്കിലും ഇവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ എവിടെ ആഡ് ചെയ്താലാണ് നമുക്കത് തുല്യമാക്കാൻ പറ്റുന്നതെന്ന് നോക്കണം. നമ്മൾ എവിടെയെങ്കിലും ആഡ് ചെയ്താൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഇത് 4 ആവും, പിന്നെ ഇത് കൂടിക്കൊണ്ടിരിക്കും. അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അവിടെയും കൂടെ കൂട്ടി ഇതിനെ തുല്യമാക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ എന്ത് ചെയ്യുക? ആ രീതിയിൽ അതിനെ ബാലൻസ് ചെയ്യുക. അവിടെ 2 ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാം തുല്യമായി. ഹൈഡ്രജൻ തുല്യമായി, ക്ലോറിനും തുല്യമായി. ഇപ്പോൾ ഇതെന്തായി? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. അപ്പൊ നിങ്ങൾ ആദ്യം ഞാൻ എഴുതിയ ഇക്വേഷൻ അവിടെ 2 ഇല്ലായിരുന്നു. ആ ഇക്വേഷൻ എഴുതിയിട്ട് ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് ബാലൻസ്ഡ് എന്ന് എഴുതിയിട്ട് ഇത് സമീകൃത സമവാക്യം അല്ല എന്ന് എഴുതിയിട്ട് അതിനെ ഇങ്ങനെ സമീകൃത സമവാക്യം ആക്കുക, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കുക. എന്നിട്ട് അത്രയും ചെയ്യുക. അപ്പൊ ഇത്രയാണ് രണ്ടാമത്തെ വേറൊരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വാട്ടർ, ജലം ഉണ്ടാകുന്ന ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ജലം, വാട്ടർ ആയി മാറുന്ന ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഹൈഡ്രജനും ഓക്സിജനും മാത്രമാണ് ഉള്ളത്. ഹൈഡ്രജൻ H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്, O ഓക്സിജൻ ആണ്. അതുപോലെ അപ്പുറത്തും Hഉം Oയും മാത്രമേ ഉള്ളൂ. അപ്പൊ ജലത്തിലുള്ള ഹൈഡ്രജനും ഓക്സിജനും. ഇനി ഓരോ സൈഡിലും ഓരോന്ന് എത്ര വീതം ഉണ്ടെന്ന് നോക്കാം. ഹൈഡ്രജൻ നോക്കിക്കേ, 2 ആറ്റം വീതമുള്ള 2 മോളിക്യൂൾ ഉണ്ട്. അപ്പൊ 2 × 2 4, 4. ഓക്സിജനോ എത്ര ഉള്ളൂ? 2 എണ്ണം. 2 ആറ്റമുള്ള ഒരു മോളിക്യൂൾ ഓക്സിജനേ ഉള്ളൂ. അപ്പൊ 2. ഇനി അപ്പുറത്തെ സൈഡിൽ നോക്കിക്കേ, 2 × 2 4. ഓക്സിജൻ 2 × 1 2. നോക്ക്, ഇതും എന്ത് ഇക്വേഷൻ തന്നെയാണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇത്ര എഴുതിയിട്ട് ദിസ് ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്, ഇത് സമീകൃത സമവാക്യമാണ്. അപ്പൊ ഇനി നമ്മൾ ഇതിനെ സമീകൃതമാക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി എന്താണ്? സമീകൃത സമവാക്യമാണ്. ഇനി ഇതിനെ നമുക്ക് മാറ്റം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ
മിക്സ്ഡ് ആക്കി തന്നേക്കും. ചിലപ്പോൾ ബാലൻസ്ഡ് തന്നിട്ട് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും, ചിലപ്പോൾ ബാലൻസ്ഡ് അല്ലാത്തതും തരാം. അപ്പോൾ ഏതാണെന്ന് ഇങ്ങനെ ആറ്റങ്ങളുടെ എണ്ണം നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. അല്ല എങ്കിൽ അതിനുശേഷം അതിനെ ബാലൻസ്ഡ് ആക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ താഴെ നമ്പർ ഇട്ട് ഓരോ ഇക്വേഷനായിട്ട് എഴുതി ആദ്യം സ്വന്തമായിട്ട് ഇത് ബാലൻസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്ന ഉത്തരവും കൂടി കറക്റ്റ് ആവുന്നോന്ന് നോക്കുക. നോക്കിക്കേ, എം ജി എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഓ ഓക്സിജൻ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന മഗ്നീഷ്യം ഓക്സൈഡ് ആണ് പ്രൊഡക്റ്റ്, ഉൽപ്പന്നം. അപ്പൊ ഇവിടെ ആകെ 2 ആറ്റങ്ങളുള്ള ഏതിന്റെയൊക്കെ ആറ്റങ്ങളാണ്? മഗ്നീഷ്യത്തിന്റെ ഉണ്ട്, ഓക്സിജന്റെ ഉണ്ട്. ഇവിടെ നോക്ക്, മഗ്നീഷ്യം എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ നോക്കൂ, മഗ്നീഷ്യം ഒരെണ്ണേ ഉള്ളൂ, ഓക്സിജൻ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ആർക്കാണ്? ഓക്സിജൻ ആണ്. ഓക്സിജന് 2, അവിടെ ഓക്സിജൻ എത്ര ഉള്ളൂ? 1 ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഓക്സിജനെയും കൂടി എന്താക്കാം? 2 ആക്കാൻ നോക്കാം. ആ ഓക്സിജനെ 2 ആക്കണമെങ്കിൽ അത് ഏത് സൈഡിലുള്ള ഓക്സിജൻ ആണ്? പ്രൊഡക്റ്റ് സൈഡിൽ, ഉൽപ്പന്നത്തിന്റെ സൈഡിലുള്ള ഓക്സിജൻ ആണ്. അപ്പൊ ആ ഓക്സിജനെ 2 ആക്കണമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ ഒന്നും 2 ഇടാൻ പറ്റില്ല, ഇവിടെ ഒന്നും 2 ഇടാൻ പറ്റില്ല. ഇടാൻ പറ്റുന്നെങ്കിൽ അത് എവിടെയാണ്? ഈ മോളിക്യൂളിന്റെ സൈഡിലാണ്. അപ്പൊ അവിടെ 2 ഇട്ട് നോക്കാം. ഇവിടെ 2 ഇട്ടു. അപ്പൊ ഓക്സിജൻ എത്രയായി? 2 ആയി. പക്ഷെ അവിടെ പറ്റിയ പ്രശ്നം എന്ത് സംഭവിച്ചു? ഇവിടെ 2 ഇട്ടപ്പോൾ അത് ഓക്സിജനും ബാധകമാണ്, മഗ്നീഷ്യത്തിനും ബാധകമാണല്ലേ. അപ്പോൾ മഗ്നീഷ്യം എത്രയായിട്ട് മാറി? 2 ആയിട്ട് മാറി. നമുക്കല്ലാതെ വേറെ വഴിയില്ല, ഓക്സിജനെ മാത്രം നമുക്ക് 2 ആക്കി മാറ്റാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ ഇടുമ്പോൾ മഗ്നീഷ്യം എന്തായി പോകും? 2 ആയി പോയി. അപ്പൊ നമുക്കിനി എന്തേ ചെയ്യാൻ പറ്റൂ? ഈ സൈഡിലുള്ള മഗ്നീഷ്യവും കൂടി എന്താക്കാം? 2 ആക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മഗ്നീഷ്യം എവിടെയാണ്? ഈ സൈഡിലാണ്. അപ്പൊ ഇവിടെ എത്ര ഇട്ട് കൊടുക്കാം? അപ്പൊ ഇവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഇത് സമീകൃതമായോ നോക്കിക്കേ. മഗ്നീഷ്യം 2, ഓക്സിജൻ 2. ഇവിടെയും മഗ്നീഷ്യം 2, ഓക്സിജൻ 2. ചിലപ്പോൾ നമുക്ക് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി ഇങ്ങനെ 2 പ്രാവശ്യം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ചിലപ്പോൾ അവിടെ ഉൽപ്പന്നത്തിൽ നമ്മൾ 2 ഇട്ട് കൊടുത്തപ്പോൾ അത് വേറെ ഏതെങ്കിലും ബാധകമായപ്പോൾ ഈ റിയാക്റ്റന്റ് സൈഡിൽ ഒന്ന് കുറഞ്ഞു കാണും. അങ്ങനെ റിയാക്റ്റന്റ് സൈഡിൽ കുറയുമ്പോൾ എന്ത് ചെയ്യുക? ആ ഭാഗത്തും കൂടി സംഖ്യ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇത് ബാലൻസ്ഡ് ആവുന്നത് വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ച് എന്ത് കിട്ടും? ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടും, സമീകൃത സമവാക്യം കിട്ടും. അപ്പോൾ ആദ്യം എഴുതിയ ക്വസ്റ്റ്യൻ എഴുതുക, അതിനുശേഷം ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് ഇത് എഴുതുക. ഇവിടെ നമ്മൾ 2 പ്രാവശ്യം 2 ആഡ് ചെയ്തു, അവിടെയും ചെയ്തു, ഇവിടെയും ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഇത് എന്തായി മാറിയത്? സമീകൃത സമവാക്യമായി മാറിയത്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് മാറിയത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ, N ഫോർ നൈട്രജൻ, H ഫോർ ഹൈഡ്രജൻ. അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ട് NH3 ഫോം ചെയ്യുന്നു. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ എന്ന് പറയും. അപ്പൊ അറിഞ്ഞൂടാത്തവർ NH3യുടെ ബ്രാക്കറ്റിലോ എവിടെയെങ്കിലും അമോണിയ എന്ന് എഴുതിയിട്ടേക്കുക. അപ്പൊ ഹൈഡ്രജനും കൂടി ചേർന്ന് ആരുണ്ടായി? അമോണിയ ആയിട്ട് മാറി. അപ്പൊ 2 സൈഡിലും നൈട്രജന്റെയും ഹൈഡ്രജന്റെ എണ്ണം തുല്യമാണോ എന്ന് നോക്കാം. ഇവിടെ നൈട്രജൻ എത്ര എണ്ണം ഉണ്ട്? 2. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 3 × 2 6. ഇവിടെ നൈട്രജൻ എത്ര എണ്ണം ഉണ്ട്? 2. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 3 × 2 6. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൗണ്ടിന്റെ ഇങ്ങനെ എണ്ണം കണ്ടുപിടിക്കുന്നത് പറഞ്ഞില്ലേ? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത് ഈ രീതിയിലൊക്കെ തന്നിട്ട് കണ്ടുപിടിക്കുന്നത് പറഞ്ഞില്ലേ? അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബാലൻസ് ചെയ്യാൻ പറ്റൂ ഇക്വേഷൻ. അപ്പൊ ആ ക്ലാസ്സിലുള്ള അത് നേരെ നന്നായിട്ട് പഠിക്കുക. നമ്മൾ കുറെ കോമ്പൗണ്ട് എടുത്തിട്ട് ഓരോന്നിലും എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചില്ലേ? ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? ഈ മോളിക്യൂളിലെ അതാത് ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നൈട്രജൻ 1 ആണ്, 2 × 1 2. അവിടെ ഹൈഡ്രജൻ 3 ആണ്, 3 × 2 6.
അങ്ങനെ 6 എണ്ണം ഉണ്ട്. നോക്കിക്കേ, ഇതെന്താണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണോ? ആണ്. നൈട്രജനും തുല്യമായി, ഹൈഡ്രജനും തുല്യമായി. ഇതൊരു സമീകൃത സമവാക്യമാണ്. അപ്പൊ ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സമീകൃത സമവാക്യമാക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഇക്വേഷൻ നോക്കിക്കേ. ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ റിയാക്ഷൻ നടക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ റിയാക്ഷൻ നടക്കുന്നതിന്റെ പ്രത്യേകത ഇത് ഡീകമ്പോസ് ചെയ്യാണ് ചെയ്യുക. ഇത് വിഘടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നാണ് ഈ സംയുക്തത്തിന്റെ പേര്. ഈ കോമ്പൗണ്ടിന്റെ പേര് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യുന്നു? വിഘടിച്ച് എന്തൊക്കെയായിട്ട് മാറുന്നു? വാട്ടറും ഓക്സിജനും ആയിട്ട് മാറുന്ന ഇക്വേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറുന്നു? വാട്ടറും ഓക്സിജനും, ജലവും ഓക്സിജനും ആയിട്ട് മാറുന്നു. ആ ഇക്വേഷനാണ് ഈ തന്നേക്കുന്നത്. നമുക്ക് ഇനി ഇത് രണ്ട് സൈഡും ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. ഇതിലുള്ള ആറ്റങ്ങൾ ആരൊക്കെ മാത്രമാണ്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. H O U ആണ് ഉള്ളത്. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. ഇവിടെ ഇനി ഓക്സിജന്റെ എണ്ണം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഓരോ ഓക്സിജനും ഉണ്ട്, ഇവിടെ 2 ഓക്സിജനും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 3. 3 വന്നത് എങ്ങനെയാണ്? H2O ഒരു ഓക്സിജൻ, പിന്നെ O2ന്റെ 2 ഓക്സിജൻ. അപ്പൊ ടോട്ടൽ എത്രയായി? 3 ഓക്സിജൻ ആയി. അപ്പൊ ഇത് ബാലൻസ്ഡ് അല്ല. അപ്പൊ ഇനി ഇതിനെ നമുക്ക് ബാലൻസ്ഡ് ആക്കാൻ നോക്കാം. ഇവിടെ ആരുടെ എണ്ണത്തിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്? ഓക്സിജന്റെ എണ്ണമാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഇവിടെ ഓക്സിജന്റെ എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ 2, ഈ സൈഡിൽ 3 ആണ്. അപ്പൊ ഇനി നമുക്ക് ഏതെങ്കിലും ഈ ഓക്സിജനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോ നോക്കിക്കേ, പ്രൊഡക്റ്റ് സൈഡിലാണ് കൂടുതൽ. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ റിയാക്ടന്റ് സൈഡിൽ ഈ അഭികാരകങ്ങളുടെ വശത്ത് കൂടുതൽ കൂട്ടിക്കൊടുക്കാനേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എന്തേ ചെയ്യാൻ പറ്റൂ? ഇവിടെ ഒരു റിയാക്ടന്റേ ഉള്ളൂ. അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് 2 ഇടാം. 2 അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അവിടെ ഓൾറെഡി 1 ഉണ്ട്. ഇനി അടുത്ത സംഖ്യ ഏതാണ്? 2 ആണ്. അപ്പൊ അവിടെ 2 ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ മൊത്തത്തിൽ മാറ്റം വന്നു. ആ മാറ്റം നമ്മൾ എഴുതി പോവാം. ഇവിടെ ഹൈഡ്രജൻ എത്ര എണ്ണമായി? 4 ആയി. ഓക്സിജനും എത്രയായി? 2 × 2 4. ഇപ്പൊ അടുത്ത പ്രശ്നം എന്താ? ഇവിടെ ഹൈഡ്രജൻ 2 ഉള്ളൂ, ഓക്സിജൻ 3 ഉള്ളൂ. അപ്പൊ വീണ്ടും പ്രോബ്ലം ആയല്ലേ. അപ്പൊ നമുക്കിനി ആ സൈഡിൽ വീണ്ടും കൂട്ടി കൊടുത്തു നോക്കാം. ആ സൈഡിൽ കൂടുതൽ ഇട്ട് നോക്കാം. ആ സൈഡിൽ നമുക്ക് ഹൈഡ്രജനും മാറ്റം വരുത്തണം, ഓക്സിജനും മാറ്റം വരുത്തണം. അപ്പൊ ഇത് രണ്ടും കൂടെ ഉള്ള സ്ഥലം ഏതാണ്? ഈ H2O ആണ്. അവിടെ ഓൾറെഡി 1 ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി എത്ര കൊടുത്തു നോക്കാം? 2 കൊടുത്തു നോക്കാം. ഇപ്പൊ നോക്കിക്കേ, ഹൈഡ്രജൻ അവിടെ എത്രയായി? 2 × 2 4. ഓക്സിജൻ എത്രയായി? ഈ 2 ഓക്സിജനും ഈ 2 ഓക്സിജനും ഉണ്ട്. ഏതൊക്കെ ഓക്സിജൻ ആണ്? ഈ 2 × 1 2ഉം ഈ 2 × 2 4. സോറി, ഈ 2 × 1 2ഉം പിന്നെ എത്രയുണ്ട്? ഈ 2ഉം ഉണ്ട്. ഈ 2ഉം ഈ 1ഉം കൂടി ചേർന്നിട്ട് 2 × 1 2. പിന്നെ ഇവിടെ ഏതുണ്ട്? ആ 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ 4 ഓക്സിജൻ ഉണ്ട്. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ സമീകൃതമായില്ലേ? ഹൈഡ്രജനും ഓക്സിജനും തുല്യമായി. നമുക്ക് പരിശോധിച്ച് നോക്കാം. 2 × 2 4 ഹൈഡ്രജൻ, 2 × 2 4 ഓക്സിജൻ. ഇനി 2 × 2 4 ഹൈഡ്രജൻ. ഇനി 2 × 1 2 × 1 എത്ര? 2. അവിടെ എഴുതിയിട്ടേക്കാം. പ്ലസ് ഇനി ഏതും ഈ 2ഉം കൂടി. അങ്ങനെയാണ് ഈ ടോട്ടൽ 4 ഓക്സിജൻ 4 ആയത്. ഇപ്പൊ ഇതെന്തായി മാറി? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. അപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തതിനെക്കാട്ടിയും കുറച്ചും കൂടി ടഫ് ആയിരുന്നല്ലേ. നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി.
അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാറ്റി നോക്കുക. കുറേ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ഇത് കുറച്ചും കൂടി ഒരു വലിയൊരു റിയാക്ഷൻ ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ CH4 എന്ന് പറഞ്ഞാൽ ഇതൊരു കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് മീഥൈൻ എന്ന് വിളിക്കുക. ഈ മീഥൈനും ഓക്സിജനും കൂടി ചേർന്ന് എന്തൊക്കെയായിട്ട് മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ട് മാറുന്ന ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഇത് നമുക്ക് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കാം. ബാലൻസ്ഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കി മാറ്റാം. അപ്പൊ ഇവിടെ ആരുടെയൊക്കെ പ്രസൻസ് ഉണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഈ സൈഡിൽ കാർബൺ എത്ര ഉള്ളൂ? 1. ഹൈഡ്രജൻ 4, ഓക്സിജൻ 2 × 2 4. അതുപോലെ ഇനി ആ സൈഡിൽ നോക്കാം. കാർബൺ 1, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബൺ മാത്രം. ഇനി ഹൈഡ്രജൻ നോക്കിക്കേ, 2 × 2 4. ഓക്സിജൻ ആർക്കൊക്കെ ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിലും ഉണ്ട്, വാട്ടറിലും ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടാം. ഇവിടെ 2 ഓക്സിജൻ, ഇവിടെയും 2 × 1 2 ഓക്സിജൻ. രണ്ട് സ്ഥലത്ത് 2 ഓക്സിജൻ വീതം. അങ്ങനെ ആകെ 4. നമ്മൾ എഴുതി വന്നപ്പോൾ കണ്ടില്ലേ, ഈ ഇക്വേഷൻ എന്താണ്? ഓൾറെഡി ബാലൻസ്ഡ് ആണ്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും എല്ലാം തമ്മിൽ തുല്യമായി. അപ്പൊ ഇതെന്താണ്? ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇതൊരു സമീകൃത സമവാക്യമാണെന്ന് എഴുതുക. അടുത്ത ഇക്വേഷൻ നോക്കൂ. N എന്ന് പറഞ്ഞാൽ നൈട്രജൻ, O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. രണ്ടും കൂടി ചേർന്നുണ്ടാവുന്ന NO എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് നൈട്രിക് ഓക്സൈഡ്. അപ്പൊ അറിഞ്ഞൂടാത്തതിന്റെ പേര് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ഒരുപാട് ഭാവിയിൽ ഉപകാരം ചെയ്യും. അതുകൊണ്ടാണ് ഈ NO എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇനി ഒന്ന് നോക്കാം. ഇവിടെ ഏതൊക്കെ ഉള്ളൂ? നൈട്രജനും ഓക്സിജനും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇപ്പോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് എഴുതിയത് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോഴും ഇത് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ ഒന്നും എഴുതാതെ തന്നെ ഇത് മനസ്സിലാക്കണം, ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന്. ഇതൊന്നും എഴുതാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, ഇങ്ങനെ ഇതൊക്കെ എഴുതി നോക്കി ശീലിക്കുക. എന്നിട്ട് ബാലൻസ്ഡ് ആണോ അല്ലയോ നോക്കുക. അല്ലാതെ നമ്മൾ കൂടുതൽ വലുതാവുമ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ തന്നെ വച്ച് തന്നെ ഇതൊക്കെ തുല്യമാണോ അല്ലയോ എന്ന് നോക്കാൻ പഠിക്കുക. അപ്പൊ ഇപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പൊ നൈട്രജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2. ഓക്സിജനും എത്ര തന്നെയാണ്? 2. ഇവിടെ നൈട്രജനും ഓക്സിജനും എത്ര എണ്ണം ഇതേ ഉള്ളൂ? 1. അപ്പൊ ഇതെന്തല്ല? ബാലൻസ്ഡ് അല്ല, സമീകൃതമല്ല. അപ്പൊ ഇവിടെ 2ഉം ആ സൈഡിൽ 1 ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും കൂടെ 2 ആക്കാനേ പറ്റൂ. ഇവിടെ കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാം, 2 ഇട്ട് കൊടുക്കാം. അപ്പൊ അവിടെ 2 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ബാലൻസ്ഡ് ആവുന്നോ എന്ന് നോക്കാം. ഇവിടെ 2 ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? നൈട്രജൻ എത്രയായി? 2 ആയി. ഓക്സിജനും എത്രയായി? 2 ആയി. ഇപ്പൊ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആയി. ഇപ്പൊ ഇതെന്തായി? സമീകൃത സമവാക്യമായി. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പിന്നെ ഈ സമീകൃത സമവാക്യം എഴുതുക. അങ്ങനെ ഓരോന്ന് ആൻസർ ചെയ്ത് പോവുക. അപ്പൊ ഇതെന്താണ്? കാൽസ്യം കാർബണേറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കാൽസ്യം കാർബണേറ്റ്. ഇതിന് വേറൊരു അപരനാമമുണ്ട്, കോമൺ നെയിം. നമ്മൾ ഇതിനെ ലൈം സ്റ്റോൺ എന്നാണ് പറയുന്നത്. അതായത് ചുണ്ണാമ്പ് കല്ലെന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പൊ ഇതാണ് കാൽസ്യം കാർബണേറ്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ അറിഞ്ഞൂടാത്ത ബ്രാക്കറ്റിൽ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുക. കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CaCO3. Ca എന്ന് പറഞ്ഞാൽ കാൽസ്യം, കാൽസ്യത്തിന്റെ സിമ്പൽ ആണ്. C കാർബൺ, O ഓക്സിജൻ. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുന്നു, വിഘടിക്കുമ്പോൾ എന്തൊക്കെയായി മാറുന്നു? CaO എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡിന് വേറൊരു കോമൺ നെയിം ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ക്വിക്ക് ലൈം എന്ന് വിളിക്കും. ക്വിക്ക് ലൈം നമ്മുടെ നീറ്റ് കക്കാന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് ആണ്. പിന്നെ എന്തുകൊണ്ടാവുന്നു? കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുന്നു. കാൽസ്യം ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുന്നു. കാൽസ്യം ഓക്സൈഡിന്റെ മറ്റൊരു പേരാണ് ക്വിക്ക് ലൈം. അതിന്റെ ഒരു കോമൺ നെയിം ആണ് ക്വിക്ക് ലൈം അല്ലെങ്കിൽ
മലയാളത്തിൽ നീറ്റ് കക്ക എന്ന് പറയും. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അപ്പൊ ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. കാൽസ്യം കാർബൺ ഓക്സിജൻ. കാൽസ്യം എത്ര എണ്ണം ഉണ്ട്? 1. കാർബൺ എത്ര? 1. ഓക്സിജൻ എത്ര? 3. അവിടെയും കാൽസ്യം എത്ര? 1. ഓക്സിജൻ എത്ര ഉണ്ട്? കാൽസ്യം ഓക്സൈഡിലും ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഓക്സിജൻ, അവിടെ 2 ഓക്സിജൻ, രണ്ടും കൂടെ ടോട്ടൽ 3 ഓക്സിജൻ. കാർബൺ എത്ര എണ്ണം ഉണ്ട്? 1. ഈ കാർബൺ, ഈ സി എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിന്റെ Caയുടെ സി ആണ്, അതിനെ കാർബൺ ആയിട്ട് കണക്കാക്കരുത്. ഈ Ca എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിന്റെ Ca ആണ്. അപ്പോൾ കാർബൺ എത്ര ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഇത് എന്തായി? ഇത് ഓൾറെഡി ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇതൊരു സമീകൃത സമവാക്യമാണ്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഇങ്ങനെ കണ്ടാലും, നമ്മൾ എക്സാമിനാണെങ്കിൽ പോലും ഒരു ഇക്വേഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു റിയാക്ഷൻ നമ്മൾ ഇക്വേഷൻ കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ അത് ബാലൻസ്ഡ് ആക്കാതെ ഇട്ടേക്കരുത്. നമ്മൾ ഈ ചാപ്റ്ററിലാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും ക്ലാസ്സിലോട്ട് പോകുമ്പോൾ വേറെ ഏത് ഇക്വേഷൻ കിട്ടിയാലും നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എഴുതുക. എന്നാൽ അങ്ങനെയുള്ള ഇക്വേഷൻ മാത്രമേ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഇക്വേഷൻ കാണുമ്പോൾ ആദ്യം തന്നെ അത് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇതൊരു സമീകൃത സമവാക്യമാണ്. ഇനി ഇതിന് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അടുത്തൊരു റിയാക്ഷൻ, അടുത്തൊരു രാസപ്രവർത്തനമാണ് ഹൈഡ്രജൻ. H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ. ഇനി H എന്ന് പറയുന്ന കാര്യം ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. നമ്മുടെ മിക്കവാറുള്ള ഇക്വേഷനിലും നമ്മൾ ഹൈഡ്രജനെ കണ്ടതാണ്. അപ്പോൾ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഹൈഡ്രജൻ. അടുത്തത് I. I എന്ന് പറഞ്ഞാൽ അയഡിൻ ആണ്. അയഡിൻ എന്ന് പറയുന്ന മൂലകമാണ്. അയഡിൻ എന്ന് പറയുന്ന എലമെന്റ് ആണ് I. അപ്പോൾ ഹൈഡ്രജനും അയഡിനും കൂടി ചേർന്ന് HI ഫോം ചെയ്തു. HI എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ അയഡൈഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഹൈഡ്രജൻ അയഡൈഡ്. അപ്പോൾ ഹൈഡ്രജനും അയഡിനും കൂടെ ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്തു. ഇനി നമുക്ക് ഹൈഡ്രജനും അയഡിനും ഈ സൈഡിലും ആ സൈഡിലും എത്ര എണ്ണം വീതം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, അയഡിനും 2 എണ്ണം ഉണ്ട്. അവിടെ പക്ഷേ ഹൈഡ്രജനും അയഡിനും എത്ര എണ്ണം വീതേ ഉള്ളൂ? ഓരോന്ന് വീതേ ഉള്ളൂ. അപ്പൊ ഇത് തുല്യമായോ? അല്ല. അപ്പൊ അതുകൊണ്ട് എന്തല്ല, ഇതൊരു സമീകൃത സമവാക്യം അല്ല. അപ്പൊ ഇനി ഇതിനെ നമുക്ക് ബാലൻസ്ഡ് ആക്കാം. അതിന് വളരെ ഈസി ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണിത്. ഇത് ബാലൻസ്ഡ് ആക്കാൻ വളരെ എളുപ്പമാണ്. നോക്കിക്കേ, അവിടെ എന്ത് ചെയ്താൽ മതി? അത് 2 ആക്കിയാൽ മതി. അത് 2 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പോൾ അത് രണ്ടും എന്തായി മാറിക്കോളും? 2 ആയിട്ട് മാറിക്കോളും. ഇപ്പൊ എല്ലാം ഈക്വൽ ആയില്ലേ? ഇപ്പൊ ഇതെന്തായി മാറി? ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് മാറി. അടുത്തൊരു ഇക്വേഷൻ. അപ്പൊ നമ്മളിപ്പോ കുറെ ഇക്വേഷൻസ് ഇങ്ങനെ ബാലൻസ് ചെയ്തല്ലേ. അപ്പൊ ഇത് കൂടുതൽ പറയുന്നതിന്റെ കാര്യം, നമ്മൾ ബാലൻസ് ചെയ്യാൻ ഫസ്റ്റ് ഇപ്പോഴാണ് പഠിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഓരോ ക്ലാസ്സിലും നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ ബാലൻസ് ചെയ്ത് വേണം എഴുതാൻ. അതുകൊണ്ട് ഇത് ഇപ്പോഴേ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സാമ്പിൾസ് പഠിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ Fe എന്ന് നമ്മൾ പറഞ്ഞു. Feയുടെ പ്രത്യേകത എന്തായിരുന്നു? അത് അയൺ ആണ്. അയണിന്റെ ലാറ്റിൻ നെയിം ആയിട്ടുള്ള ഫെറത്തിൽ നിന്നാണ് Fe എന്നുള്ള സിമ്പൽ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അത് അയൺ. അടുത്തത് നോക്കിക്കേ, HCl എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് രണ്ടും കൂടി ചേർന്നുണ്ടാവുന്നത് എന്തൊക്കെയാണ്? FeCl2 H2. FeCl2 എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ഫെറസ് ക്ലോറൈഡ് എന്നാണ്. ഫെറസ് ക്ലോറൈഡ്. അപ്പൊ FeCl2 ഫെറസ് ക്ലോറൈഡ്. അതിന് കിട്ടിയത് ഹൈഡ്രജൻ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇനി ഇതിന്റെ പേരൊന്നും പഠിക്കണമെന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷനിൽ നിന്ന് ഓരോന്നും കണ്ടുപിടിച്ച് എഴുതാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പേര് പറയുന്നത് നിങ്ങൾ ഇനി ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതിന്റെ പേര് ഇതാണ് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പേരെല്ലാം പറയുന്നത്. അപ്പൊ FeCl2 എന്ന് പറഞ്ഞാൽ ഫെറസ് ക്ലോറൈഡ് ആണ്. H ഹൈഡ്രജൻ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് അതുണ്ടാവുന്നത് നമുക്ക് ഈക്വൽ ആണോ എന്ന് നോക്കാം. ഇവിടെ ആരൊക്കെ ഉണ്ട്? Fe ഉണ്ട്. Fe എന്ന് പറഞ്ഞാൽ അയൺ ഉണ്ട്. പിന്നെ H ഉണ്ട്, Cl ഉണ്ട്. H ഹൈഡ്രജൻ, Cl ക്ലോറിൻ. ഇവിടെ Fe എത്രയാണ്? 1.
OH എത്ര? 1. ക്ലോറിനും എത്ര? 1. ഇനി ആ സൈഡിൽ നോക്കൂ, അവിടെ Fe എത്രയാണ്? Fe 1. ക്ലോറിനും ഹൈഡ്രജനും എത്ര എണ്ണം വീതം ഉണ്ട്? 2 എണ്ണം വീതം ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ഇവിടെ ആർക്കാണ് പ്രശ്നം? ഹൈഡ്രജനും ക്ലോറിനും. അവിടെ 2 എണ്ണേ ഉണ്ട്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഈ സൈഡിൽ ചെയ്യാം. ഇവിടെയാണ് ചെറുതായിട്ട് കിടക്കുന്നത്, അപ്പൊ ഇവിടെ നമുക്ക് കൂടുതലാക്കാം. അപ്പൊ ഇവിടെ 1 എന്നുള്ളത് 2 ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ H ഉം Cl ഉം ഈ ഇക്വേഷനിൽ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെയാണ്. ഈ HCl അല്ലേ? അപ്പൊ ഈ HCl നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? അതിനെ 2 ആക്കാൻ നോക്കാം. അപ്പൊ അവിടെ 2 ആഡ് ചെയ്തു. ഇപ്പൊ നോക്കിക്കേ, ഹൈഡ്രജൻ എത്രയായി? 2 ആയി. ക്ലോറിനും എത്രയായി? 2 ആയി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ 1, 2 ആക്കുന്നതൊക്കെ ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങൾ ആദ്യമേ ഇക്വേഷൻ കിട്ടുമ്പോൾ അത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ്ഡ് ആക്കാൻ നേരത്ത് കൂടുതൽ കിടക്കുന്ന സ്ഥലം നോക്കുക, കുറവ് കിടക്കുന്ന സ്ഥലം നോക്കുക. ആ കുറഞ്ഞ സ്ഥലത്തെ കിടക്കുന്നതിനെ മറ്റേതുമായിട്ട് തുല്യമാക്കാൻ പറ്റുമോ നോക്കുക. നേരത്തെ ഇവിടെ 1 ആയിരുന്നു, അപ്പുറത്ത് 2 ആയിരുന്നു. ഈ 1നെയും കൂടി 2 ആക്കാൻ ഏത് സ്ഥലത്ത് നമ്മൾ മാറ്റം വരുത്തിയാൽ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് മാറ്റം വരുത്തുക. അപ്പൊ ഇങ്ങനെയാണ് ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടി പറഞ്ഞിട്ട് ഇത് നിർത്താം. കാർബൺ ഡൈ ഓക്സൈഡും കാർബണും കൂടി ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ CO എന്ന് പറയുന്ന കോമ്പൗണ്ട് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന സംയുക്തമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആകെ ഏതൊക്കെ മാത്രമേ ഉള്ളൂ? കാർബണും ഓക്സിജനും. 2 സൈഡിലും കാർബണും ഓക്സിജനും. നോക്കിക്കേ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡിലും 1 കാർബൺ ഉണ്ട്, ഈ കാർബണും 1 കാർബൺ ആണ്. അപ്പൊ മൊത്തത്തിൽ 1 + 1 2 കാർബൺ. ഇവിടെ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അവിടെ കാർബണും ഓക്സിജനും നോക്കൂ. കാർബൺ മോണോക്സൈഡിൽ നോക്കൂ, കാർബണും ഓക്സിജനും ഓരോന്ന് വീതേ ഉള്ളൂ. അപ്പൊ പ്രശ്നം എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. അപ്പൊ അവിടെ കുറഞ്ഞു കിടക്കുന്നു, ഇവിടെ കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ 1നെയും കൂടി 2 ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ എന്ത് ചെയ്യാം? നമുക്ക് 2 ഇട്ട് നോക്കാം. ഇവിടെ 2 ആഡ് ചെയ്തു. സിഒയുടെ കാർബൺ മോണോക്സൈഡിന്റെ അവിടെ 2 ഇട്ട് കൊടുത്തു. ഇപ്പൊ കാർബണും ഓക്സിജനും എത്ര എണ്ണം വീതമായി? 2 കാർബണും 2 ഓക്സിജനും ആയി. ഇപ്പൊ നോക്കിക്കേ, ഇത് ബാലൻസ്ഡ് ആയില്ലേ? അപ്പൊ ഇവിടെയും കാർബൺ തുല്യമായി, അവിടെയും കാർബൺ തുല്യമായി. ഇവിടെ ഓക്സിജൻ തുല്യമായി, അവിടെ ഓക്സിജൻ തുല്യമായി. അപ്പോൾ ഇതെന്തായി? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. ഇതൊരു സമീകൃത സമവാക്യമായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യുന്നത്, നമ്മൾ സമവാക്യങ്ങളെ സമീകൃതമാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എത്ര ക്ലാസ് വരെ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ എവിടെ കണ്ടാലും അതിനെ ബാലൻസ് ചെയ്യുക. അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ തന്നെ അത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അതിനെ ബാലൻസ്ഡ് ആക്കുക. അപ്പൊ എക്സാമിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ പാർട്ടിൽ നിന്ന് ചോദിക്കും. അപ്പൊ നമ്മളിപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ചെയ്തു. അപ്പൊ ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇനി വേറെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ എടുത്ത് ഇതുപോലെ ബാലൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ 3 പാർട്ടായിട്ടാണ് പഠിപ്പിച്ചത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എലമെന്റ്സിനെ കുറിച്ച് പഠിച്ചു, പിന്നെ നമ്മൾ കോമ്പൗണ്ടിനെ കുറിച്ച് പഠിച്ചു, ആദ്യം നമ്മൾ മൂലകങ്ങളെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം സംയുക്തങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചു? കെമിക്കൽ ഇക്വേഷൻസ്, രാസസമവാക്യങ്ങളെ കുറിച്ച്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. എങ്ങനെ നമുക്ക് സമവാക്യങ്ങളെ സമീകൃതമാക്കാറ്. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കേട്ടിരുന്ന എല്ലാ കുട്ടികൾക്കും നന്ദി.